ഒരു മനുഷ്യൻ പോലും യേശു ക്രിസ്തു ഒഴികെ ഒരുവൻ പോലും പാപമില്ലാത്തവനായിട്ട് ജനിച്ചിട്ടില്ല. ഒറ്റ ഒരുത്തൻ പോലും ജനിച്ചിട്ടില്ല. കാരണം എന്താണ്? ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും പുരുഷന്റെ രക്തത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാവരും പാപം ചെയ്തവരാണ്, പാപരക്തമുള്ളവരാണ്. എന്നാൽ പാപികളുടെ രക്തത്തിൽ നമ്മുടെ പാപമോചനം സാധ്യമല്ല. ഇതാ യേശു ക്രിസ്തു തന്നെ പറയുന്നു, കുരുടന്മാർക്ക് കുരുടന്മാരെ വഴി നടത്തുവാൻ കഴിയത്തില്ലല്ലോ, ഇരുവരും വഴിയിൽ വീണ് നശിച്ചു പോകും. അതെ, അന്ധനായിരിക്കുന്ന ഒരുത്തൻ അന്ധനെ വഴി കാണിക്കുന്ന പോലെ പാപിയും ദോഷികളുമായിരിക്കും നമ്മളെ, പാപികളും ദോഷികളുമായിരിക്കുന്ന പുരോഹിതൻ ഇന്നും നമ്മളെ നടത്തുന്നെങ്കിൽ ഇരുവരും എന്താണ്? നരകക്കുഴിയിൽ വീണൊടുങ്ങിയാണ്. ഒരിക്കൽ കൂടെ പറയാം, പാപികളും ദോഷികളുമായിരിക്കുന്ന നിന്നെ, പാപിയും ദോഷിയുമാണെന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് നിന്നെ ഉപദേശം നടത്തുന്നെങ്കിൽ അവനും നീയും ഒന്നിച്ചൊരു കുഴിയിൽ നരകത്തിൽ വീണ് ഒടുങ്ങി പോകുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ എന്താണ്? പാപമില്ലാത്ത ഒരു രക്തം ലോകത്തിലേക്ക് വന്നിട്ടല്ലാതെ, ആ പാപമില്ലാത്ത രക്തത്തിനല്ലാതെ നമ്മുടെ പാപത്തിൽ നിന്ന് മോചിപ്പാൻ കഴിയാത്തത് കൊണ്ട് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ, പാപമില്ലാത്തവനെ മനുഷ്യന്റെ സാദൃശ്യത്തിൽ ലോകത്തിലേക്ക് അയക്കുകയും അവൻ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നോക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ സ്വയം ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളിൽ കാൽവരി കുരിശിലേക്ക് കയറി പോകുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ആ രണ്ട് കള്ളന്മാരുടെ മധ്യേ മൂന്നാണിമേൽ അവൻ ക്രൂശിൽ നിലവിളിയോടുകൂടെ മരിക്കുമ്പോൾ എന്റെയും നിന്റെയും പാപച്ചുമട് ചുമന്നതുകൊണ്ടാണ് പാപമില്ലാത്തവൻ ക്രൂശിൽ കഷ്ടമേറ്റ് മരിക്കേണ്ടി വന്നത്.